ഫ്രഞ്ച് റവല്യൂഷൻ നമ്മൾ പലപ്പോഴും ഈ ചരിത്രപരമായിട്ടുള്ള സംഭവങ്ങൾ പഠിക്കുമ്പോൾ ഇപ്പോൾ ഫ്രഞ്ച് റവല്യൂഷനെ പറ്റി തന്നെയാണെങ്കിലും പഠിക്കുമ്പോൾ മദർ ഓഫ് ഓൾ റവല്യൂഷൻ എന്ന് പറയുന്ന വിപ്ലവം ഏത്, അതുപോലെ തന്നെ ഈ ഫ്രഞ്ച് റവല്യൂഷൻ നടന്ന തീയതി എന്നാണ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് നോർമലി ഉദ്യോഗാർത്ഥികൾ പഠിച്ചു പോകുന്നത്. അതിൻ്റെ ഒരു കാരണമെന്ന് പറയുന്നത് നമ്മുടെ ഇവിടുത്തെ മത്സര പരീക്ഷാ രീതിയും കൂടിയാണ്. കാരണം ഇങ്ങനെയുള്ള ബുള്ളറ്റ് പോയിന്റുകളായിട്ടുള്ള ചോദ്യങ്ങളെ പരീക്ഷയ്ക്ക് നോർമലി ചോദിക്കാറുള്ളൂ. ഈയിടെയായിട്ടാണ് കുറച്ച് മാറ്റങ്ങളൊക്കെ വന്നത്. പക്ഷേ ഇങ്ങനെ പഠിക്കുന്നതുകൊണ്ടുള്ള ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ നമ്മളിത് എന്താണ് സംഭവം, ഇത് എന്തിനാണ് നടന്നത്, ഇതുകൊണ്ട് ലോകത്ത് എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടായത്, അങ്ങനെ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ യഥാർത്ഥത്തിൽ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യങ്ങളും പഠിക്കുന്നുമില്ല. അതുപോലെ തന്നെ ഇപ്പോൾ ഒരു മത്സര പരീക്ഷയ്ക്ക് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ചോദ്യങ്ങൾ വന്നാൽ കാര്യകാരണം സഹിതം എന്തിനാണ് ഈ ഒരു സാധനം നടന്നത്, അല്ലെങ്കിൽ ഇന്ന കാര്യത്തിനാണ് ഇത് നടന്നതെന്ന് പറഞ്ഞാൽ അത് ശരിയാണോ തെറ്റാണോ എന്ന് മനസ്സിലാക്കാനുള്ള ഒരു ലെവലിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നും ഇല്ല. ഇപ്പം പുതിയ രീതിയിലാണ് സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യങ്ങളൊക്കെ വന്നേക്കുന്നത്. അതുകൊണ്ട് തന്നെ മനസ്സിലാക്കി പഠിക്കേണ്ടത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഈ ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അങ്ങ് മുഴുവനായിട്ട് മനസ്സിലാക്കാൻ പോവാണ്. ഇത് മുഴുവനായിട്ട് നിങ്ങളൊന്ന് കേട്ടതിന് ശേഷം പിന്നെ ബുള്ളറ്റ് പോയിന്റുകളായിട്ട് ഈ പരീക്ഷ എക്സാം ഓറിയൻ്റായിട്ട് പഠിക്കേണ്ട ആ വർഷത്തിൻ്റെയൊക്കെ കാര്യങ്ങൾ ആദ്യം പറഞ്ഞുകൊണ്ടല്ലോ, അതുകൂടി ഒന്ന് വായിച്ച് വിട്ടൊന്ന് പഠിച്ചു കഴിഞ്ഞാൽ ഈ സംഭവം സെറ്റാണ്, നിങ്ങളിത് ഓർത്തിരിക്കുകയും ചെയ്യും. ഏത് രീതി ചോദ്യം വന്നാൽ ഉത്തരം എഴുതാനും പറ്റും. അപ്പോൾ ഒരു മത്സര പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന വ്യക്തിക്കും അതുപോലെ തന്നെ എന്താണ് ഈ ഫ്രഞ്ച് വിപ്ലവം എന്ന് മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിക്കുമെല്ലാം പൂർണ്ണമായിട്ടും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കംപ്ലീറ്റ് ഫ്രഞ്ച് റവല്യൂഷൻ വീഡിയോ ആണിത്. വീഡിയോ നിങ്ങൾ മുഴുവൻ കാണുക, കണ്ട് ഈ കാര്യങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, വീഡിയോയിലേക്ക് കിടക്കാം. ഈ ഫ്രഞ്ച് വിപ്ലവത്തിലേക്കൊക്കെ ഡീറ്റെയിൽ ആയിട്ട് വരുന്നതിന് മുമ്പ് തന്നെ ആ ഒരു കാലഘട്ടത്തിലെ മിക്ക രാജ്യങ്ങളിലെയും സാഹചര്യം, ഒരു രീതി ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. ഇന്നത്തെ പോലെ എല്ലാ രാജ്യങ്ങളിലും ജനാധിപത്യവും കാര്യങ്ങളൊന്നും ആയിരുന്നില്ല. ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം, മിക്കയിടത്തും രാജഭരണം എന്നുള്ള പരിപാടിയായിരുന്നു ആ ഒരു കാലഘട്ടത്തിൽ നിലനിന്നിരുന്നത്. ഈ രാജഭരണം അല്ലെങ്കിൽ രാജാവിൻ്റെ ഈ ഒരു പൊസിഷൻ എന്ന് പറയുന്നത് ദൈവം നേരിട്ട് നൽകിയതാണ്, ദൈവദത്തമാണ്. അതിനെ ആർക്കും ചോദ്യം ചെയ്യാനുള്ള അധികാരമില്ല, രാജാവ് എല്ലാം തീരുമാനിക്കും. അങ്ങനെയുള്ള ഒരു രീതിയായിരുന്നു മിക്കയിടത്തും നിലനിന്നിരുന്നത്. രാജാവിന് എന്ത് വേണമെങ്കിലും തീരുമാനം എടുക്കാം. ഒരു രാജ്യത്തിൻ്റെ എല്ലാ കാര്യങ്ങളിലും രാജാവിന് പരമാധികാരമാണ്. ഇപ്പോൾ നമ്മളൊരു രാജ്യം എന്ന് പറയുന്നത് തന്നെ പൊളിറ്റിക്കൽ സയൻസ് ഒക്കെ പഠിച്ചവർക്കറിയാം, നേഷൻ സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ രാജ്യത്തിന് അതിർത്തികൾ ഉണ്ടാവണം, പരമാധികാരം, അതുപോലെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അങ്ങനെ അതെല്ലാം കൂടെ ചേർന്നാണ് ഒരു രാജ്യം എന്ന് പറയുന്നത്. ഇന്നത്തെ കാലഘട്ടത്തിലൊക്കെ ഇതെല്ലാം തീരുമാനിക്കുന്ന ഒരു ചെറിയ മാറ്റം വരുത്തണേ തന്നെ നമ്മുടെ ഇന്ത്യയെ തന്നെ എടുക്കുകയാണെങ്കിൽ തന്നെ അറിയാം, പാർലമെൻറ്റിലൊക്കെ യോഗം ചേർന്ന് പ്രതിപക്ഷവും ഭരണപക്ഷവും ഒക്കെ ചർച്ച നടത്തി പല കാര്യങ്ങളിലൂടെയാണ് ഇന്നൊരു തീരുമാനം എടുക്കുന്നത്. അന്ന് പക്ഷേ എല്ലാം രാജാവിൻ്റെ ഇഷ്ടപ്രകാരമാണ്. രാജാവ് തീരുമാനിക്കുന്നു രാജ്യത്തെ എല്ലാ കാര്യങ്ങളും, അല്ലാതെ വേറെ ആരോടും അങ്ങനെ ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ആ ഒരു രീതിയിലാണ് പരിപാടികളൊക്കെ പൊയ്ക്കൊണ്ടിരുന്നത്. പിന്നെ രാജാവിന് മാത്രമല്ല, ഈ രാജാവിൻ്റെ കുറച്ച് ശിങ്കിടികളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഈ പുരോഹിതന്മാർ, പിന്നെ അതുപോലെ ജന്മിമാർ, നോബിൾസ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇവർക്കൊക്കെ നല്ല രീതിയിൽ ലിവറേജ്, രാജാവിൻ്റെ ആയിട്ട് ബന്ധവും, പിന്നെ അതുപോലെ തന്നെ ഈ ഒരു രാജ്യത്ത് പല കാര്യങ്ങളിലും അവർക്കൊക്കെ ഒരു പ്രത്യേക ബെനിഫിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു വലിയ വിഭാഗത്തിൻ്റെ കയ്യിൽ മാത്രം പവർ കേന്ദ്രീകൃതമായി നിൽക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു അന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. എസ്പെഷ്യലി മതത്തിനെയൊക്കെ എതിർത്ത് ചോദ്യം ചെയ്യാൻ ഒരു രീതിയിലും പറ്റാത്ത ഒരു കാലഘട്ടം, അല്ലെങ്കിൽ അതിലൊരു എന്താ പറയുക, നമ്മൾ ലോജിക്കലായിട്ടുള്ള ഒരു കാര്യവും അതിനെതിരെ ചോദിക്കാൻ പറ്റത്തില്ല എന്നും പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് ഇപ്പം ഒരുപാട് തത്വചിന്തകന്മാരുടെയൊക്കെ വാക്കുകളൊക്കെ ജനങ്ങളിൽ സ്വാധീനം ചെലുത്തി ജനങ്ങൾ ചിന്തിക്കാൻ തുടങ്ങുന്നത്. എപ്പോഴാണ് മാറ്റം വരുന്നത്? ജനങ്ങളെ ചിന്തിക്കാൻ തുടങ്ങുമ്പോഴാണ് മാറ്റം വരുന്നത്. രാജാവിൻ്റെ സ്ഥാനം നൽകുന്നത് ദൈവമാണ് എന്നതിന് തെളിവില്ല. ആ ഒരു സ്ഥാനം നൽകേണ്ടത് ജനങ്ങളാണ്. ജോൺ ലോക്കി എന്ന തത്വചിന്തകൻ്റെ വാക്കുകളാണിത്. അതുപോലെ തന്നെ ജീൻ ജാക്കസ് റൂസോ എന്ന തത്വചിന്തകൻ്റെ വാക്കുകളും ആ കാലയളവിൽ ജനങ്ങളിൽ വളരെയധികം സ്വാധീനം ചെലുത്തിയിരുന്നു. മനുഷ്യൻ ജനിക്കുന്നത് സ്വതന്ത്രനായിട്ടാണെങ്കിലും അവൻ എല്ലായ്പ്പോഴും ചങ്ങലകളിലാണ് എന്നൊക്കെയുള്ള റൂസോയുടെ വാക്കുകളും നല്ല രീതിയിൽ അന്ന് ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ അങ്ങനെ പോയിരുന്ന ഒരു കാലഘട്ടം, രാജാവിൻ്റെ തന്നിഷ്ടപ്രകാരമുള്ള ഭരണം, കുറച്ച് പേരിൽ മാത്രം പവർ കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു സാഹചര്യത്തിൽ മാറ്റമുണ്ടാകാൻ കാരണമായത് ജനങ്ങൾ ചിന്തിക്കാൻ തുടങ്ങിയപ്പോഴാണ്. ഇനി നമുക്ക് ഫ്രാൻസിലേക്ക് വരാം. ബോർബൺ ഡൈനാസ്റ്റി ആയിരുന്നു അന്ന് ഫ്രാൻസ് ഭരിച്ചിരുന്നത്. ലൂയി 16 എന്നൊരു രാജാവിനെ കേന്ദ്രീകൃതമായിട്ടാണ് നമ്മുടെ പരിപാടികളൊക്കെ തുടങ്ങുന്നത്. ഈ ഒരു രാജാവിനെ പറ്റി അന്നത്തെ കാലത്തെ ജനങ്ങളിൽ നല്ല മോശം അഭിപ്രായമായിരുന്നു. മോശം എന്ന് പറഞ്ഞാൽ മോശം വളരെ മോശം അഭിപ്രായമായിരുന്നു ആ ഒരു കാലഘട്ടത്തിലുണ്ടായിരുന്നത്. എന്ന് വെച്ചാൽ പുള്ളിക്ക് ജനങ്ങളുടെ കാര്യങ്ങളിലൊന്നും തിരക്കാനൊന്നും നേരമൊന്നുമില്ല. പുള്ളിയുടെ ഇഷ്ടത്തിനനുസരിച്ച് അങ്ങ് ഭരിച്ചു പോവുക, പുള്ളിയുടെ ഇഷ്ടത്തിനനുസരിച്ച് യുദ്ധം ചെയ്യുക, പുള്ളിയുടെ ഇഷ്ടത്തിനനുസരിച്ച് കൊട്ടാരം മോടി പിടിപ്പിക്കുക, ലക്ഷറിക്ക് വേണ്ടി പണം ഇങ്ങനെ ചിലവാക്കിക്കൊണ്ടേയിരിക്കുക. അദ്ദേഹത്തിൻ്റെ ഭാര്യയും നല്ല രീതിയിൽ കുപ്രസിദ്ധമായിട്ടുള്ള ഒരു വ്യക്തിത്വമായിരുന്നു. മേരി ആൻ്റോണിറ്റ എന്ന് പറയുന്ന ഈ ലൂയി 16 ഭാര്യ പറഞ്ഞ ഒരു വാക്ക് അന്നത്തെ കാലത്ത് വളരെയധികം ജനങ്ങളിൽ ഈ പറഞ്ഞ പോലെ
ഒരു വിദ്വേഷവും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിരുന്നു. ബ്രെഡ് ഇല്ലാത്ത ഒരു സാഹചര്യം വന്നപ്പോൾ നിങ്ങൾക്ക് ബ്രെഡ് ഇല്ലെങ്കിൽ എന്താ കേക്ക് കഴിച്ചുകൂടെ എന്നൊക്കെയാണ് ഈ ഒരു ഇദ്ദേഹത്തിൻ്റെ ഭാര്യ പറഞ്ഞത് എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അതൊക്കെ നല്ല രീതിയിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ ഫ്രഞ്ച് വിപ്ലവത്തിലേക്ക് നയിക്കാൻ കാരണമായിട്ടുള്ള ചെറിയ ഘടകങ്ങളായിട്ട് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും. അങ്ങനെ തന്നിഷ്ടപ്രകാരം ഭരിക്കുന്ന ലൂയി 16 എന്ന ഒരു രാജാവ് തൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് യുദ്ധങ്ങൾക്ക് ഫണ്ട് ചെയ്യുന്നു, അതുപോലെ ലക്ഷറിക്ക് വേണ്ടി മാത്രം ഇങ്ങനെ കാശ് ചിലവാക്കിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യം. ഈ ഒരു സാഹചര്യത്തിലാണ് ഈ മാറ്റത്തിൻ്റെ തുടക്കം ആരംഭിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു, ഫ്രാൻസിൽ മാത്രമല്ല എല്ലാ രാജ്യത്തും ഈ പറഞ്ഞ പോലെ രാജാവിന് മാത്രമല്ല രാജാവിൻ്റെ ശിങ്കിടികൾക്കും നല്ല രീതിയിൽ അധികാരത്തിലൊക്കെ ഒരു കൈയുണ്ടെന്ന്. എന്ന് വെച്ചാൽ ഈ പറഞ്ഞ പോലെ പുരോഹിതന്മാർ, അതുപോലെ തന്നെ ഈ ജന്മിമാർ, അങ്ങനെയൊക്കെയുള്ള വിവിധ വിഭാഗത്തിലുള്ള ആൾക്കാർക്കും നല്ല രീതിയിൽ പവർ ഉണ്ടായിരുന്നു. ഫ്രാൻസിലെ സാഹചര്യവും ഞാൻ ഈ പറഞ്ഞ പോലെ വിഭിന്നമല്ലായിരുന്നു. അവിടുത്തെ ജനങ്ങളെ 3ആയിട്ട് ഡിവൈഡ് ചെയ്തിരുന്നു. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും 3 എസ്റ്റേറ്റുകൾ: ഫസ്റ്റ് എസ്റ്റേറ്റ്, സെക്കൻഡ് എസ്റ്റേറ്റ്, തേർഡ് എസ്റ്റേറ്റ്. അവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള പോലെ ഈ തേർഡ് എസ്റ്റേറ്റിൽ വരുന്ന ആൾക്കാർ മാത്രമാണ് പ്രധാനമായും ടാക്സ് കൊടുത്തുകൊണ്ടിരുന്നത്. തേർഡ് എസ്റ്റേറ്റിലാണ് സാധാരണയായിട്ടുള്ള ടീച്ചർമാർ, വക്കീലന്മാർ, അങ്ങനെയൊക്കെയുള്ള വിവിധ വിഭാഗത്തിലുള്ള ആൾക്കാരും, അതുപോലെ തന്നെ ലോവർ ക്ലാസ് എന്ന് പറയുന്ന ഒരു രീതിയിലും വലിയ അധികാരങ്ങളൊന്നും ഇല്ലാത്ത ഈ തേർഡ് എസ്റ്റേറ്റിലെ ഈ ടീച്ചർമാർ, വക്കീലന്മാർ, അങ്ങനെയുള്ള വിഭാഗത്തിൻ്റെ അത്രയും പോലും ഒരു പവർ ഇല്ലാത്ത വളരെ താഴേക്കിടയിലുള്ള ലോവർ ക്ലാസ്സും സ്ഥിതി ചെയ്യുന്നത് ഈ തേർഡ് എസ്റ്റേറ്റിൽ തന്നെയായിരുന്നു എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അങ്ങനെ ടാക്സ് എല്ലാം കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു തേർഡ് എസ്റ്റേറ്റും പിന്നെ ലക്ഷറികളെല്ലാം അനുഭവിക്കുന്ന ഒരു രാജാവും ഫസ്റ്റ് എസ്റ്റേറ്റ്, സെക്കൻഡ് എസ്റ്റേറ്റിലേക്കൊക്കെ വരുന്ന ഈ പറഞ്ഞ പോലെ പുരോഹിത വർഗവും ജന്മിമാരും ഒക്കെ ഉൾപ്പെടുന്ന ഒരു സാഹചര്യമാണ് അന്ന് ഫ്രാൻസിലുണ്ടായിരുന്നത്. ഇങ്ങനെ ഈ ഒരു രീതിയിൽ ഇവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഭരണം മുന്നോട്ട് പോയപ്പോൾ, രാജാവിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് യുദ്ധവും അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോയപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് കടവും കാര്യങ്ങളൊക്കെ രാജ്യത്ത് കൂടി വന്നു. രാജ്യം നല്ല രീതിയിലേക്ക് കടക്കിണിയിലേക്ക് പോകുന്ന ഒരു സിറ്റുവേഷൻ വന്നു. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷൻ വരുമ്പോൾ നോർമലി രാജാവ് എടുത്ത ഒരു തീരുമാനം എന്ന് പറയുന്നത് ടാക്സ് കുറച്ചുകൂടെ കൂട്ടുക. ടാക്സ് കൂട്ടുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി ആർക്കാണ് കൂടുതലായിട്ട് ടാക്സ് വരുന്നത്? ഈ പറഞ്ഞ തേർഡ് എസ്റ്റേറ്റിലുള്ള സാധാരണക്കാരിലേക്കാണ് കൂടുതൽ ടാക്സ് വരാൻ സാധ്യതയുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലേക്ക് ഫ്രാൻസ് നീങ്ങുകയുണ്ടായി. അപ്പോൾ സാധനങ്ങളുടെ വിലക്കയറ്റവും പട്ടിണിയും ക്ഷാമവും ഒക്കെ കാരണം ആൾക്കാർ മരിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു സാഹചര്യം. നികുതി കൂട്ടാതെ വേറെ ഒരു രക്ഷയില്ല. ഫ്രാൻസ് പങ്കെടുക്കുന്ന പല യുദ്ധങ്ങളിലും ഫ്രാൻസ് തോക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഒരു രീതിയിലും നികുതി കൂട്ടാൻ പറ്റാത്ത, നികുതി കൂട്ടാതെ വേറെ ഓപ്ഷൻ ഇല്ലാതെ വരുന്ന ഒരു സാഹചര്യത്തിലെത്തി നിൽക്കുന്ന ഫ്രാൻസ്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലേക്ക് വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി നികുതി കൂട്ടാൻ തയ്യാറെടുക്കുന്ന ഈ ഒരു രാജാവിനും അതുപോലെ തന്നെ ഈ ശിങ്കിടികൾക്കും എല്ലാം മുന്നിലുള്ള മറ്റൊരു കടമ്പ എന്ന് പറയുന്നത് അവിടെ ഒരു എസ്റ്റേറ്റ് ജനറൽ വിളിച്ചു കൂട്ടണം. നികുതിപരമായിട്ടുള്ള സമ്പ്രദായത്തിൽ വലിയ മാറ്റം വരുത്തണമെങ്കിൽ ഫ്രാൻസിൽ ചെയ്യേണ്ടിയിരുന്ന, ഇന്നത്തെ വേണമെങ്കിൽ പാർലമെൻറ്റ് പോലെയൊക്കെ, പാർലമെൻറ്റുമായിട്ടൊന്നും കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല, എന്നിരുന്നാലും ഈ വലിയ സഭകളെല്ലാം ഈ പല വിഭാഗങ്ങളെയും കൂട്ടിച്ചേർത്തുകൊണ്ട് ഒരു എസ്റ്റേറ്റ് ജനറൽ വിളിച്ചു ചേർക്കണമായിരുന്നു. അതായിരുന്നു അവിടുത്തെ ഒരു രീതി എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു 3 എസ്റ്റേറ്റുകളായിട്ട് ഫ്രാൻസിലെ ജനങ്ങളെ ഡിവൈഡ് ചെയ്തിരുന്നു. അതിൽ തന്നെ തേർഡ് എസ്റ്റേറ്റിലുള്ള ആളുകൾക്ക് മാത്രമാണ് പ്രധാനമായും ടാക്സ് കൊടുക്കേണ്ടിയിരുന്നത്. തേർഡ് എസ്റ്റേറ്റിൽ ഈ പറഞ്ഞ പോലെ മിഡിൽ ക്ലാസ് എന്ന് പറയുന്ന ഒരു വിഭാഗം ഉണ്ടായിരുന്നു. ടീച്ചർമാരും അഡ്വക്കേറ്റുമാരും ഒക്കെ ഉൾപ്പെടുന്ന മിഡിൽ ക്ലാസ് എന്ന് പറയുന്ന ഒരു വിഭാഗം. അതിൽ തന്നെ കുറച്ച് താഴേക്ക് വരുമ്പോൾ ലോവർ ക്ലാസ് എന്ന് പറയുന്ന കൃഷികളും അതുപോലെ തന്നെ ഫാക്ടറി ജോലികളും ഒക്കെ ചെയ്യുന്ന തീരെ താഴെ തട്ടിലുള്ള ലോവർ ക്ലാസ് എന്ന് പറയുന്ന ഒരു വിഭാഗമൊക്കെ ഉണ്ടായിരുന്നു. ആ ഒരു വിഭാഗത്തിൻ്റെ തലയിലായിരുന്നു ഫുൾ ടാക്സും കാര്യങ്ങളൊക്കെ വന്നിരുന്നത്. ഫസ്റ്റ് എസ്റ്റേറ്റിൽ പ്രധാനമായും പുരോഹിതന്മാർ, ക്ലർജി എന്ന് പറയും, അങ്ങനെയുള്ള ഒരു വിഭാഗം ആൾക്കാരാണ് ഉണ്ടായിരുന്നത്. സെക്കൻഡ് എസ്റ്റേറ്റിൽ ഈ പറഞ്ഞ പോലെ ജന്മിമാർ, നോബിൾസ്, ആ ഒരു വിഭാഗമാണ് സെക്കൻഡ് എസ്റ്റേറ്റിലുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാം തേർഡ് എസ്റ്റേറ്റിൻ്റെ തലയിലാണ്. ഈ ഒരു എസ്റ്റേറ്റ് ജനറൽ വിളിച്ചു കൂട്ടുമ്പോൾ നോർമലി ഇതൊരു പ്രഹസനം തന്നെയാണ് നോർമലി സംഭവിക്കുന്നത്. 3 എസ്റ്റേറ്റുകളാണ് ഡിവൈഡ് ചെയ്തിട്ടുണ്ടല്ലോ. പിന്നെ അതുപോലെ തന്നെ ഈ തേർഡ് എസ്റ്റേറ്റ് എന്ന് പറയുന്ന ഈ ഒരു 3ാമത്തെ എസ്റ്റേറ്റിലാണ് ഫ്രാൻസിൻ്റെ 98% പോപ്പുലേഷൻ ആ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. ബാക്കിയുള്ള ഫസ്റ്റ് എസ്റ്റേറ്റിലും സെക്കൻഡ് എസ്റ്റേറ്റിലും ഉൾപ്പെടുന്ന ആളുകളിലാണ് ഭൂരിഭാഗം സ്വത്തും ധനവും പവറും കേന്ദ്രീകൃതമായിരുന്നത്. അപ്പോൾ 98% പോപ്പുലേഷനുള്ള ഇവർക്കാണ് എപ്പോഴും പണി കിട്ടിക്കൊണ്ടിരുന്നത്, തേർഡ് എസ്റ്റേറ്റുകാർക്ക്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് ഈ പറഞ്ഞ പോലെ നോർമലായിട്ട് നടക്കുന്ന ആ ഒരു എസ്റ്റേറ്റ് ജനറൽ കുറേ വർഷങ്ങൾക്ക് ശേഷം, ഏകദേശം 175 വർഷങ്ങൾക്ക് ശേഷം ഇതുപോലെ നികുതി പരിഷ്കരണത്തിന് വേണ്ടി വിളിച്ചുകൂട്ടാൻ രാജാവ് തയ്യാറാകുന്നത്. അങ്ങനെ 1789 മെയ് 5-ാം തീയതി രാജാവ് ഒരു എസ്റ്റേറ്റ് ജനറൽ വിളിച്ചു ചേർത്തു. ഏകദേശം ഞാൻ പറഞ്ഞ പോലെ 175 വർഷങ്ങൾക്ക് ശേഷമാണ് അങ്ങനെ ഒരു എസ്റ്റേറ്റ് ജനറൽ വിളിച്ചു കൂട്ടുന്നത്.
പക്ഷേ ഇപ്പോഴേയും പോലെ സുഗമമായിട്ട് കാര്യങ്ങൾ നടന്നില്ല. ചെറിയൊരു ട്വിസ്റ്റ് ആ ഒരു എസ്റ്റേറ്റ് ജനറൽ സംഭവിച്ചു. അങ്ങനെ ഈ 1789 മെയ് 5-ാം തീയതി കൂടിയ എസ്റ്റേറ്റ് ജനറൽ ഒരു മാറ്റം സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ, നോർമലി എസ്റ്റേറ്റ് ജനറൽ വിളിച്ചു ചേർക്കുമ്പോൾ 3 എസ്റ്റേറ്റുകളായിട്ടാണ് ജനങ്ങളെ ഡിവൈഡ് ചെയ്തിരുന്നത് എന്ന് ഞാൻ പറഞ്ഞു. 98% പോപ്പുലേഷനും തേർഡ് എസ്റ്റേറ്റിലാണ് വരുന്നത് എന്ന് ഞാൻ പറഞ്ഞു. എന്നിരുന്നാലും ഈ തേർഡ് എസ്റ്റേറ്റിനും ഒറ്റ വോട്ട് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ സെക്കൻഡ് എസ്റ്റേറ്റിനും ഒരു വോട്ട്, ഫസ്റ്റ് എസ്റ്റേറ്റിനും ഒരു വോട്ട്. ഈ ഫസ്റ്റ് എസ്റ്റേറ്റിനും സെക്കൻഡ് എസ്റ്റേറ്റിനും പ്രത്യേകിച്ച് ടാക്സും കാര്യങ്ങളും ഒന്നും ഇല്ലല്ലോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ടാക്സ് മുഴുവൻ തേർഡ് എസ്റ്റേറ്റിന് തന്നെയാണ്, അവരുടെ തലയിലേക്ക് തന്നെയാണ് വരുന്നത്. അതുമാത്രമല്ല, ഈ പറഞ്ഞ പോലെ പുരോഹിതന്മാരും ജന്മിമാരും ഒക്കെ രാജാവിൻ്റെ അടുത്ത ആൾക്കാർ തന്നെയാണ്. രാജാവിൻ്റെ തീരുമാനം എന്താണോ അത് തന്നെയാണ് ഇവന്മാരുടെ തീരുമാനവും. സോ ഈ രാജാവ് ടാക്സ് കൂട്ടണം എന്ന് പറഞ്ഞാൽ നോർമലി ഫസ്റ്റ് എസ്റ്റേറ്റും സെക്കൻഡ് എസ്റ്റേറ്റും അനുകൂലിക്കുകയല്ലേ ചെയ്യുന്നത്. തേർഡ് എസ്റ്റേറ്റ് എന്ത് തീരുമാനം എടുത്താലും ഒരു വോട്ടിന് 2 എന്ന രീതിയിൽ ആ ഒരു രാജാവിൻ്റെ തീരുമാനം തന്നെയാണ് പ്രാവർത്തികമായി നടപ്പിലാകാൻ പോകുന്നത്. ആ ഒരു സാഹചര്യം തന്നെയാണ്. സോ ഇതൊരു പ്രഹസനമാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പം അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് ഈ 1789 മെയ് 5-ാം തീയതി ചേർന്ന ഈ ഒരു എസ്റ്റേറ്റ് ജനറലിൽ രാജാവിൻ്റെ ഒരു ചിന്താഗതിക്ക് വിപരീതമായിട്ട് ഒരു പരിപാടി നടന്നത്. തേർഡ് എസ്റ്റേറ്റിലെ ആൾക്കാർ പറഞ്ഞു, ഇനി ഈ പഴയ പോലുള്ള പരിപാടി നടക്കത്തില്ല, ഈ ഓരോ എസ്റ്റേറ്റിനും ഓരോ വോട്ട് എന്ന രീതിയിലുള്ള പരിപാടി നടക്കത്തില്ല, എല്ലാവർക്കും വോട്ട് ചെയ്യാനുള്ള അവകാശം വേണം. അതുപോലെ തന്നെ ഈ വേറെ സ്റ്റേറ്റുകളിലെ മറ്റുള്ള എസ്റ്റേറ്റുകളിലെ ഒക്കെ ആയിട്ടുള്ള ആൾക്കാരും ആയിട്ട് ആലോചിച്ച് എല്ലാവർക്കും വോട്ട് ചെയ്യാനുള്ള ഒരു അവകാശം നൽകണം. ആ രീതിയിലാണ് പരിപാടികൾ മുന്നോട്ട് പോകേണ്ടത് എന്ന് തേർഡ് എസ്റ്റേറ്റിലെ ആൾക്കാർ പറഞ്ഞു. രാജാവിന് ഇത് അംഗീകരിക്കാൻ സാധിച്ചില്ല. അപ്പോൾ രാജാവ് ഇത് അംഗീകരിച്ചില്ലെങ്കിൽ മറ്റ് എസ്റ്റേറ്റുകളിലെ അനുകൂലമായി നിൽക്കുന്ന ആൾക്കാരെയും കൂടെ വിളിച്ചു ചേർത്ത് ഞങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് ഒരു എസ്റ്റേറ്റ് ജനറൽ വിളിച്ചു ചേർത്ത് തീരുമാനമെടുക്കുമെന്ന് തേർഡ് എസ്റ്റേറ്റിലെ ആൾക്കാർ അങ്ങ് പറയുകയുണ്ടായി. ഇതാണ് സംഭവിച്ച ഈ ഒരു ഫ്രഞ്ച് വിപ്ലവത്തിലേക്ക് നയിച്ച ഒരു ട്വിസ്റ്റ്, അല്ലെങ്കിൽ ഒരു മാറ്റത്തിന് തുടക്കമെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും. അതിൻ്റെ കാരണങ്ങൾ ഒരുപാടുണ്ട്. പക്ഷേ പരിപാടികൾ തുടങ്ങുന്നത് ഇവിടം തൊട്ടാണ്. തേർഡ് എസ്റ്റേറ്റിലെ ആൾക്കാർ നൈസായിട്ട് തിരിച്ചു പറയാൻ തുടങ്ങിയപ്പോഴാണ് കാര്യങ്ങൾ തിരിഞ്ഞത്. ഈ ഒരു തിരിച്ചടി രാജാവ് ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. സോ രാജാവ് എന്ത് ചെയ്തു, ഈ എസ്റ്റേറ്റ് ജനറൽ മീറ്റിംഗ് നടത്തുന്ന ഹോൾ അങ്ങ് പൂർണ്ണമായിട്ടും അടച്ചിട്ടു, ലോക്ക് ചെയ്തു വെച്ചു. അപ്പോൾ ഇതിൽ പ്രകോപിതരായ ഈ തേർഡ് എസ്റ്റേറ്റിലെയൊക്കെ ജനങ്ങൾ അവിടുത്തെ ആ ഒരു ടെന്നീസ് കോർട്ടിൽ സംഘമായിട്ട് ചേർന്ന് അവിടെ ഒരു സംഘം രൂപീകരിച്ചു. അതാണ് നാഷണൽ അസംബ്ലി. അപ്പോൾ ഈ ഒരു ടെന്നീസ് കോർട്ടിൽ രൂപീകൃതമായിട്ടുള്ള ഈ ഒരു സംഘം, ഈ ഒരു നാഷണൽ അസംബ്ലി പറഞ്ഞ ഒരു ആവശ്യമെന്ന് പറയുന്നത്, രാജ്യത്തെ ജനങ്ങൾക്ക് എല്ലാവർക്കും അനുകൂലമാകുന്ന രീതിയിൽ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ തയ്യാറാക്കണം. അത് തയ്യാറാക്കുന്നത് വരെ ഞങ്ങൾ അങ്ങനെ പിരിഞ്ഞു പോകാനൊന്നും ഉദ്ദേശിക്കുന്നില്ല എന്നുള്ള രീതിയിലുള്ള കടുത്ത തീരുമാനങ്ങൾ അവരെടുക്കുകയുണ്ടായി. ഇതിനെയാണ് ടെന്നീസ് കോർട്ട് ഓത്ത് അഥവാ ടെന്നീസ് കോർട്ട് സത്യപ്രതിജ്ഞ എന്ന് പറയുന്നത്. 1700 ജൂൺ 20-ാം തീയതിയാണ് ഈ ഒരു ടെന്നീസ് കോർട്ട് സത്യപ്രതിജ്ഞ നടക്കുന്നത്. ഇതോടുകൂടിയാണ് ഫ്രഞ്ച് വിപ്ലവം ആരംഭിക്കുന്നത്. അങ്ങനെ ഈ രൂപീകൃതമായിട്ടുള്ള നാഷണൽ അസംബ്ലി ഭരണഘടന നിർമ്മിക്കുന്നതും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. എന്നിരുന്നാലും അവർ മുന്നോട്ട് വെക്കുന്നത് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ മൊണാർക്കി എന്നുള്ള ആശയം തന്നെയാണ്. എന്ന് വെച്ചാൽ രാജാവിന് അധികാരമില്ലാത്ത ഒരു സിസ്റ്റമൊന്നുമല്ല. കോൺസ്റ്റിറ്റ്യൂഷണൽ മൊണാർക്കി എന്ന് പറയുന്നത് രാജാവിന് അതിൻ്റേതായിട്ടുള്ള അധികാരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ജനങ്ങൾക്കും അധികാരമുള്ള ഒരു ഭരണവ്യവസ്ഥിതി, അതാണ് ഇവർ മുന്നോട്ട് വെക്കുന്നത്. അതുകൊണ്ട് തന്നെ രാജാവിൻ്റെ ഭാഗത്തു നിന്നും ചെറിയൊരു രീതിയിൽ അതിനൊരു അനുവാദം എന്ന രീതി കാര്യങ്ങളൊക്കെ മുന്നോട്ട് വരുവാണ്. എന്നിരുന്നാലും ഇവരുടെ ഈ ഒരു നാഷണൽ അസംബ്ലിയുടെ പോക്ക് രാജാവ് അത്ര നല്ല രീതിയിൽ അതിലൊരു തൃപ്തനൊന്നും അല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ പലപ്പോഴും രാജാവ് ഇതിനെ ഒരു ഭംഗം വരുത്തുന്ന രീതിയിൽ ആർമിയൊക്കെ നല്ല രീതിയിൽ വിന്യസിപ്പിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ആയിട്ട് വെക്കുമോ, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ പരിപാടികൾ നടക്കുന്നുണ്ടെങ്കിലും രാജാവ് ഞാൻ തന്നെയാണ്, അധികാരം ഇപ്പോഴും എൻ്റെ കയ്യിൽ തന്നെയാണ്, ഞാൻ വേണമെന്ന് വെച്ചാൽ ഇതിനെ എല്ലാം അടിച്ചമർത്തി ഇതെല്ലാം ഇല്ലാതാക്കാം എന്നുള്ള ഒരു രീതിയിലാണ് കാര്യങ്ങളും പരിപാടികളൊക്കെ പൊയ്ക്കൊണ്ടിരുന്നത്. അപ്പോൾ അതിങ്ങനെ കൂടി വന്നപ്പോൾ ഈ ജനങ്ങളും ഈ നാഷണൽ അസംബ്ലിയും തിരിച്ച് തങ്ങൾക്കും അധികാരമുണ്ട് അല്ലെങ്കിൽ പവർ ഉണ്ട് എന്ന് കാണിക്കാൻ വേണ്ടി തിരിച്ചൊരു പരിപാടി ചെയ്തു. അങ്ങനെ ഈ ജനങ്ങൾ ബാസ്റ്റിൽ കോട്ട ആക്രമിക്കുകയാണ്. 1789 ജൂലൈ 14-ാം തീയതി ബാസ്റ്റിൽ കോട്ട ആക്രമിക്കുന്നു. ഇതെന്ന് പറയുന്ന ഒരു ജയിലാണ്, കുറച്ച് തടവുകാരും കാര്യങ്ങളൊക്കെ അവിടെയുണ്ട്. അപ്പോൾ ഈ ബാസ്റ്റിൽ കോട്ടയിലെ ഉദ്യോഗസ്ഥരെയും കാര്യങ്ങളും അങ്ങനെ പലരെയും ഒക്കെ വധിച്ചുകൊണ്ട് ഈ ബാസ്റ്റിൽ കോട്ടയെ ആക്രമിച്ച് അവിടുത്തെ ആയുധങ്ങളൊക്കെ പിടിച്ചെടുക്കുകയും അതുപോലെ തന്നെ പല ചെറിയ തടവുകാരെയൊക്കെ മോചിപ്പിക്കുകയൊക്കെ ചെയ്ത് ബാസ്റ്റിൽ കോട്ടയെ ആക്രമിച്ച ശേഷം ജനങ്ങൾ ഫ്രാൻസിലെ തെരുവിലൂടെ ഒരു ഘോഷയാത്ര നടത്തുവാണ്. 1789 ജൂലൈ 14-ാം തീയതി വളരെയധികം ചരിത്രപ്രധാനമായിട്ടുള്ള ഒരു ദിവസം തന്നെയാണ് ഫ്രാൻസിൻ്റെ ചരിത്രത്തിൽ ഈ ഒരു
1789 ജൂലൈ 14 എന്ന് പറയുന്നത് ബാസ്റ്റിൽ കോട്ട ആക്രമിച്ച ദിവസം. ഇന്നും ഫ്രാൻസിൻ്റെ നാഷണൽ ഡേ ആയിട്ട് ആചരിക്കുന്നത് ഈ ജൂലൈ 14 തന്നെയാണ്, ഈ ബാസ്റ്റിൽ കോട്ട ആക്രമിച്ച ആ ഒരു ദിവസവുമായി ബന്ധപ്പെട്ട്. അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം ജനങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായതിനു ശേഷം രാജാവിൻ്റെ സൈഡിൽ നിന്ന് പ്രത്യേകിച്ച് വലിയ പ്രകോപനപരമായിട്ടുള്ള പരിപാടികളൊന്നും ഉണ്ടാകുന്നില്ല. രാജാവും ചെറുതായിട്ടൊന്ന് ഒതുങ്ങിയ ഒരു സാഹചര്യത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു. ഈ ഒരു നാഷണൽ അസംബ്ലി ഇതുപോലെ കോൺസ്റ്റിറ്റ്യൂഷൻ മേക്കിംഗ് കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോവുകയാണ്. ഇവരാദ്യം ചെയ്തത്, ഈ ജനങ്ങൾ ആദ്യം ചെയ്തത്, കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ആൾക്കാർ ആദ്യം ചെയ്തത് ജന്മിത്വം നിർത്തലാക്കുക എന്നുള്ള ഒരു തീരുമാനമാണ്. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, സെക്കൻഡ് എസ്റ്റേറ്റിലാണ് ജന്മിത്വവും ജന്മിമാരും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഈ ഒരു ഫ്യൂഡലിസം നിർത്തലാക്കുക എന്നുള്ള നടപടിയാണ് ഇവരാദ്യം ചെയ്തത്. ഈ ജന്മിമാർക്കൊരു പ്രത്യേകതയുണ്ട്, അവർക്ക് പരമ്പരാഗതമായിട്ട് ഇങ്ങനെ കൈമാറി വന്നിരുന്ന സ്വത്ത് വെച്ച് സുഖമായിട്ട് അവരങ്ങ് ജീവിക്കുക. അവർക്ക് കുറേ കൃഷിയിടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ പണിയെടുക്കുന്ന ഈ ഒരു കൃഷിക്കാരിൽ നിന്ന് കൂടുതൽ നികുതിയൊക്കെ ഈടാക്കി അവരങ്ങ് നൈസായിട്ട് അങ്ങ് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവർ ഈ നോർമലി ഞാൻ നേരത്തെ പറഞ്ഞു തേർഡ് എസ്റ്റേറ്റിലെ ആൾക്കാരാണ് ഈ പറഞ്ഞ പോലെ ഫ്രഞ്ച് വിപ്ലവത്തിന് ഈ കാര്യങ്ങളെല്ലാം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. അവരിലെ പ്രധാനമായും ഈ പറഞ്ഞ പോലെ മിഡിൽ ക്ലാസ് ആണ് ഇതിൻ്റെ മുന്നിൽ ഉണ്ടായിരുന്നത്. അവർക്ക് ഈ ജന്മിമാരോട് നല്ല രീതിയിൽ അമർഷവും ദേഷ്യവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കാരണം ഈ ജന്മിമാർ നികുതി പിരിക്കുന്നതും കുറേ കാര്യങ്ങളുണ്ടായിരുന്നു അതിനകത്ത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആണ് ഈ ജന്മിത്വം ആദ്യമേ തന്നെ ഇവരങ്ങ് നിർത്തലാക്കിയത്. അങ്ങനെ അതിനുശേഷം ഉണ്ടായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഇൻസിഡൻറ്റ് എന്ന് പറയുന്നത് ഓഗസ്റ്റ് 26 ഇവർ മനുഷ്യാവകാശവുമൊക്കെ ആയി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഡോക്യുമെൻ്റ് പബ്ലിഷ് ചെയ്യുകയാണ്. ചരിത്രത്തിൽ തന്നെ മനുഷ്യാവകാശവുമായി ബന്ധപ്പെട്ട് ഇറങ്ങിയ ആദ്യത്തെ ഒരു പ്രധാനപ്പെട്ട ഡോക്യുമെൻ്റാണ് ഇതെന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഡിക്ലറേഷൻ ഓഫ് റൈറ്റ്സ് ഓഫ് മെൻ ആൻഡ് സിറ്റിസൺ എന്ന് പറയുന്ന ഒരു ഡോക്യുമെൻ്റ്. ഈ ഒരു ഡോക്യുമെൻറ്റിലെ 3 പ്രധാനപ്പെട്ട ആശയങ്ങളാണ് ലിബർട്ടി, ഇക്വാലിറ്റി, ഫെർട്ടേണിറ്റി. ഈ 3 ആശയങ്ങൾ തന്നെയാണ് ഫ്രഞ്ച് റവല്യൂഷൻ്റെ അടിത്തറ, അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഫ്രഞ്ച് റവല്യൂഷൻ ബേസ് ചെയ്തിരിക്കുന്നത് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. നമ്മുടെ ഇന്നത്തെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ പോലും ഈ ഒരു 3 ആശയങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. പിന്നീട് വന്ന ഫ്രാൻസിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷനിലും ഈ ഒരു 3 ആശയങ്ങളുണ്ട്. അപ്പോൾ അന്ന് വരെ ചരിത്രം കണ്ടിട്ടില്ലാത്ത, അന്നത്തെ ഒരു രാജ്യത്തും കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള ഒരു പ്രധാനപ്പെട്ട ഡോക്യുമെൻ്റ് ആയിരുന്നു അന്ന് തയ്യാറാക്കപ്പെട്ട ആ ഒരു ഡിക്ലറേഷൻ ഓഫ് റൈറ്റ്സ് ഓഫ് മെൻ ആൻഡ് സിറ്റിസൺ എന്ന് പറയുന്ന ആ ഒരു ചരിത്രപ്രധാനമായിട്ടുള്ള മനുഷ്യാവകാശവുമായി ബന്ധപ്പെട്ടുള്ള ആ ഒരു ഡോക്യുമെൻ്റ്. ഈ ഡിക്ലറേഷൻ ഓഫ് റൈറ്റ്സ് ഓഫ് മെൻ ആൻഡ് സിറ്റിസൺ എന്ന് പറയുന്നത് എല്ലാം തികഞ്ഞ ഒരു ഡോക്യുമെൻ്റ് ഒന്നും ആയിരുന്നില്ല. അവർ ആ ഒരു ഡിക്ലറേഷൻ ഓഫ് റൈറ്റ്സ് ഓഫ് മെൻ എന്ന് പറയുമ്പോൾ മെന്നിനെ തന്നെയാണ് ഉദ്ദേശിച്ചത്, പുരുഷന്മാരെ തന്നെയാണ് ഉദ്ദേശിച്ചത്. സ്ത്രീകൾക്ക് അതുപോലെ പുരുഷന് തുല്യമായിട്ടുള്ള അവകാശങ്ങളൊന്നും ഇല്ലായിരുന്നു. അതുപോലെ തന്നെ സിറ്റിസൺസ് എന്ന് പറയുമ്പോൾ എല്ലാവരെയും അവർ സിറ്റിസൺസ് ആയിട്ടൊന്നും കണക്കാക്കിയിരുന്നില്ല. ടാക്സ് കൊടുക്കുന്നവർ, ഇത്ര പ്രായത്തിന് മുകളിൽ ഉള്ളവർ, അങ്ങനെ കുറേ നിലവാരത്തിലാണ് ഇവർ ഉള്ളവരെയാണ് സിറ്റിസൺസ് ആയിട്ട് കണക്കാക്കിയിരുന്നത്. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, ഈ ഒരു ഫ്രഞ്ച് റവല്യൂഷൻ അല്ലെങ്കിൽ ഈ ഒരു പരിപാടികൾക്കെല്ലാം നേതൃത്വം കൊടുത്തത് തേർഡ് എസ്റ്റേറ്റിലെ മിഡിൽ ക്ലാസ് എന്ന് പറയുന്ന ഒരു വിഭാഗമാണ്. മിഡിൽ ക്ലാസ് മാത്രമല്ല, തേർഡ് എസ്റ്റേറ്റിൽ വേറൊരു വിഭാഗം കൂടി ഉണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു. ലോവർ ക്ലാസ് എന്ന് പറയുന്ന വലിയ രീതിയിൽ അവകാശങ്ങളൊന്നും ഇല്ലാതിരുന്ന ഫാക്ടറി വർക്കുകളും അതുപോലെ തന്നെ കൃഷി കാര്യങ്ങളൊക്കെ ചെയ്യുന്ന വേറെ ഒരു വലിയ വിഭാഗം ആൾക്കാരും ആ ഒരു സാഹചര്യത്തിൽ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഡിക്ലറേഷൻ ഓഫ് റൈറ്റ്സ് ഓഫ് മെൻ ആൻഡ് സിറ്റിസൺസ് ഒക്കെ ആയിട്ട് മുന്നോട്ട് പോയി 1791 ഫ്രാൻസിന് ആദ്യമായിട്ടുള്ള ഒരു ഭരണഘടന നിലവിൽ വരുവാണ്. അപ്പോൾ ഇങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ടെങ്കിലും ഈ തേർഡ് എസ്റ്റേറ്റിൽ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു വിഭാഗം ആളുകൾക്ക് ഇതിനോട് നല്ല രീതിയിൽ എതിർപ്പും കാര്യങ്ങളും, അല്ലെങ്കിൽ അവരുടെ അവകാശങ്ങളൊന്നും വേണ്ട രീതിയിൽ ചെവിക്കൊള്ളുന്നില്ല എന്ന രീതിയിൽ ഒരു അഭിപ്രായം മുന്നോട്ട് വന്നു. അങ്ങനെ ഈ തേർഡ് എസ്റ്റേറ്റിൽ തന്നെ ഒരു വിഭാഗം ആൾക്കാർ, ഈ പറഞ്ഞ ലോവർ ക്ലാസ്സിലെ ഒരു വിഭാഗം ആൾക്കാർ, ജെറോണ്ടിസ്റ്റ് എന്നൊക്കെ പറയുന്ന ഒരു വിഭാഗം ആൾക്കാർ ഇതിനെതിരെ റിബല് പോലെ തിരിയുകയാണ്. ഇതിനൊരു കാരണം എന്താണെന്ന് വെച്ചാൽ തേർഡ് എസ്റ്റേറ്റിൽ ഉള്ള ആൾക്കാരാണെങ്കിലും ഈ പൊതുവെ മറ്റേ മിഡിൽ ക്ലാസിൻ്റെ രീതിയിലാണ് കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോകുന്നത്. ഞങ്ങൾക്ക് പ്രത്യേകിച്ചൊന്നും കിട്ടുന്നില്ല എന്നുള്ള രീതിയിൽ അവരും തിരിച്ചറിഞ്ഞ് അവർ ഇതിലേക്ക് വരുവാണ്. അവർ നോക്കുമ്പോൾ രാജാവ് ഇപ്പോഴും അവിടെ തന്നെ ഉണ്ട്, അവർക്ക് പ്രത്യേകിച്ച് അവകാശമൊന്നും കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ വിപ്ലവം ഇനിയും മുന്നോട്ട് പോകണം, എല്ലാവർക്കും തുല്യമായിട്ടുള്ള അവകാശം കിട്ടണം എന്ന രീതിയിൽ അവരും കാര്യങ്ങൾ മുന്നോട്ട് നീക്കുകയാണ്. അങ്ങനെ ഒരു റിബലായിട്ടുള്ള പരിപാടി അവിടെ ഉദയം ചെയ്യുകയാണ്. അങ്ങനെ ഈ ഒരു വിഭാഗം ആൾക്കാർ മുന്നോട്ട് വെക്കുന്ന ഈ ആശയങ്ങൾക്ക് ജനങ്ങൾക്കിടയിൽ വലിയ പ്രചാരമുണ്ടാവുകയാണ്. ഈ പുതിയ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം 1792 ഒരു ഇലക്ഷൻ നടക്കുകയും ആ ഒരു ഇലക്ഷനിൽ റാഡിക്കലായിട്ടുള്ള ഈ ഒരു വിഭാഗം അങ്ങനെ അധികാരത്തിലേക്ക് വരുവാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, ജാക്കോബിൻസും ജെറോണ്ടിസ്റ്റും പോലുള്ള റാഡിക്കലായിട്ടുള്ള ഗ്രൂപ്പുകളുടെ ഉദയം ആ രീതിയിൽ ഉണ്ടാവുകയാണ്. ഇവർ അധികാരത്തിലേക്ക് വരുവാണ്. ഇവർ അധികാരത്തിലേക്ക് വന്ന ഉടനെ ചെയ്യുന്നത് നേരത്തെ പറഞ്ഞ പോലെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്കെല്ലാം റൈറ്റ് ടു വർക്ക്, അതുപോലെ റൈറ്റ് ടു ഫുഡ്,
ഫുഡ് അങ്ങനെയുള്ള അവകാശങ്ങൾ അവർക്ക് കിട്ടുന്ന രീതിയിലുള്ള തീരുമാനങ്ങളും കാര്യങ്ങളും ഒക്കെ എടുത്താണ് മുന്നോട്ട് പോകുന്നത്. അങ്ങനെ ഈ ഏറ്റവും സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർക്കും എല്ലാ ജനങ്ങൾക്കും ഒരേപോലെ കാര്യങ്ങൾ കിട്ടുന്ന രീതിയിലുള്ള തീരുമാനങ്ങളെടുത്ത് ഇവരിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് യൂറോപ്പിലെ മറ്റ് രാജ്യങ്ങളും എല്ലാം ഈ ഒരു ഭരണമാറ്റവും അവിടുത്തെ ആ ഒരു സ്ഥിതിഗതികളും കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഫ്രാൻസിൽ നടക്കുന്ന കാര്യങ്ങൾ ഒരുപക്ഷെ ഭാവിയിൽ ഇങ്ങനെ മുന്നോട്ട് പോയാൽ തങ്ങളുടെ രാജ്യങ്ങളിലേക്കും വന്നേക്കാം. രാജഭരണമൊക്കെ ഈ ഒരു രീതിയിൽ രാജാവിൻ്റെ അധികാരമൊക്കെ ഇങ്ങനെ കുറഞ്ഞ് ഫ്രാൻസിലെ പോലത്തെയൊക്കെയുള്ള സിറ്റുവേഷൻ ഇനി വന്നേക്കാമെന്ന് പല യൂറോപ്യൻ രാജ്യങ്ങളും ചിന്തിക്കാൻ തുടങ്ങുവാണ്. അങ്ങനെ ഇതിൻ്റെയൊക്കെ ഒരു ഫലമായിട്ട് ഓസ്ട്രിയയിൽ നിന്നുള്ള ഒരു ആക്രമണം ഫ്രാൻസിലേക്ക് വരുവാണ്. ഈ ഓസ്ട്രിയയിലെ രാജാവ് നമ്മുടെ ലൂയി 16 ഒരു ഭാര്യയുടെ ഒരു ബന്ധുവും കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു ആക്രമണം ഇവിടെ ഉണ്ടായാൽ ഇപ്പോൾ നിലവിലുള്ള ഫ്രാൻസിലെ ഈ ഒരു ഭരണവ്യവസ്ഥിതിക്കെതിരായിട്ടുള്ള ഒരു ആക്രമണം വന്ന് അതിനെ കീഴ്പ്പെടുത്തി പരിപാടികൾ മുന്നോട്ട് പോയാൽ പഴയ രീതിയിൽ തങ്ങൾ രാജാവൊക്കെ ആയിട്ടിരുന്ന പഴയ രീതിയിലുള്ള പരിപാടിയിലേക്ക് ഫ്രാൻസ് പോകുമെന്നൊക്കെ ചിന്തിച്ച് ഒരു മൗന സമ്മതം ഈ ലൂയി 16 ആ ഒരു രാജാവിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയാണ് ഈ ഒരു യുദ്ധത്തിന്. പക്ഷേ സ്ഥിതിഗതികൾ വ്യത്യസ്തമായിരുന്നു. ഫ്രാൻസ് ശക്തമായിട്ട് തിരിച്ചടിക്കുകയും പിന്നീട് ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ മൊണാർക്കി എന്ന് പറഞ്ഞ ഇവിടുത്തെ ഫ്രാൻസിൻ്റെ ഇപ്പോഴത്തെയുള്ള സാഹചര്യത്തിൽ ഈ ഒരു ഭരണവ്യവസ്ഥയിൽ നിന്നുകൊണ്ട് എന്നാൽ ഫ്രാൻസിനെതിരായി പ്രവർത്തിച്ച ഈ ഒരു രാജാവിൻ്റെ ഈ ഒരു പ്രവൃത്തി മനസ്സിലാക്കിയ ഈ ഒരു റാഡിക്കലായിട്ടുള്ള ഭരണകൂടം രാജാവിനെ തുറുങ്കിലടക്കുകയാണ് ചെയ്തത്. ഇനി ഇവിടെ ഒരു രാജഭരണം വേണ്ട, ഇങ്ങനെ ഈ ഒരു രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു രാജാവ് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ മൊണാർക്കി എന്ന് പറയുന്ന ഈ ഒരു പരിപാടി അവസാനിപ്പിച്ചുകൊണ്ട് രാജഭരണം അവസാനിപ്പിച്ചുകൊണ്ട് ഇവർ ഫ്രാൻസിനെ അങ്ങനെ ഒരു റിപ്പബ്ലിക്കായിട്ട് 1792 ഫ്രാൻസിനെ ഒരു റിപ്പബ്ലിക്കായിട്ട് പ്രഖ്യാപിക്കുകയാണ്. ഇത് മാത്രമല്ല, പിന്നീട് അങ്ങോട്ട് ഞാൻ പറഞ്ഞു ഈ റാഡിക്കലായിട്ടുള്ള ഗ്രൂപ്പുകൾ അധികാരത്തിൽ വന്നതുകൊണ്ട് തന്നെ ഫ്രാൻസിനെ റിപ്പബ്ലിക്കായിട്ട് പ്രഖ്യാപിച്ച് പിന്നീട് ഈ ഒരു രാജാവിനെയും രാജ്ഞിയെയും അവിടെ വധിക്കുകയാണ് ചെയ്യുന്നത്, രാജ്യദ്രോഹ കുറ്റം ആരോപിച്ചുകൊണ്ട്. ഗില്ലറ്റിൻ എന്ന് പറയുന്ന ഒരു പ്രത്യേക കഴുത്തറത്ത് കൊല്ലുന്ന ഒരു ആയുധം ഉപയോഗിച്ചാണ് ഇവർ ഈ ഒരു വധശിക്ഷ നടപ്പിലാക്കുന്നത്. പിന്നീട് അങ്ങോട്ട് ഈ ഒരു കൂടുതലായിട്ടുള്ള എക്സ്ട്രീം റാഡിക്കൽ ഗ്രൂപ്പുകളുടെ ഒരു ഭരണ കാലഘട്ടമായിരുന്നു ഫ്രാൻസിൽ നടമാടിയിരുന്നത്. മാക്സിമിലിയൻ റോബസ്പിയർ എന്ന് പറയുന്ന ഈ ഒരു റാഡിക്കൽ ഗ്രൂപ്പിൻ്റെ ഒരു തലവൻ പിന്നീട് കൂടുതൽ അധികാരത്തിലേക്ക് വരുവാണ്. ഈ 1791 നിലവിൽ വന്ന ആദ്യത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം നടന്ന ഇലക്ഷന് ശേഷം റാഡിക്കലായിട്ടുള്ള ഗ്രൂപ്പുകൾ അധികാരത്തിൽ വന്നു എന്ന് പറഞ്ഞു. അവർ ആദ്യം ചെയ്തത് പുതിയൊരു കോൺസ്റ്റിറ്റ്യൂഷൻ കൊണ്ടുവരിക എന്നുള്ളതാണ്. ആ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരമാണ് ഈ റൈറ്റ് ടു വർക്കും റൈറ്റ് ടു ഫുഡും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഫ്രാൻസിൽ അവർ നടപ്പാക്കിയത്. പിന്നീട് ഈ പറഞ്ഞ യുദ്ധവും കാര്യങ്ങളും രാജ്യദ്രോഹ കുറ്റമൊക്കെ ആരോപിച്ച് രാജാവിനെയൊക്കെ വധിച്ചതിന് ശേഷം മാക്സിമിലിയൻ റോബോസ്പിയർ എന്ന് പറയുന്ന റാഡിക്കലായിട്ടുള്ള ഗ്രൂപ്പുകളിൽ നിന്ന് അധികാരത്തിലേക്ക് വന്ന ആളുടെ ആഹ്വാനം എന്ന് പറയുന്നത് കംപ്ലീറ്റ് റെവല്യൂഷൻ ആയിരുന്നു. അപ്പോൾ ഒരു മോഡറേറ്റ് രീതിയിൽ തുടങ്ങിയ ഈ ഒരു ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ മറ്റൊരു ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ പോകുന്ന ഒരു സാഹചര്യമാണ് പിന്നീട് ആളുകൾ കണ്ടത്. കംപ്ലീറ്റ് റെവല്യൂഷൻ. ഈ ഒരു രാജാവിനെ അനുകൂലിക്കുകയും അതുപോലെ പഴയ രീതിയൊക്കെ അനുകൂലിച്ച് പറയുന്ന ആൾക്കാരെയെല്ലാം വധിക്കുക എന്നൊക്കെയുള്ള തീരുമാനങ്ങളാണ് അവർ പിന്നീട് അങ്ങോട്ട് എടുത്തത്. ആദ്യമൊക്കെ വിചാരണയൊക്കെ ഉണ്ടായിരുന്നു, പിന്നെ വിചാരണയൊന്നുമില്ല. എന്തെങ്കിലും അവർ പറയുന്ന അഭിപ്രായത്തിനെതിരായിട്ട് വന്നാൽ വിചാരണ പോലും ഇല്ലാതെ വധിക്കുന്ന ഒരു രീതി. നേരത്തെ രാജാവിനെ വധിച്ച ആ ഒരു ഗില്ലറ്റിൻ എന്ന് പറയുന്ന ആ ഒരു സംഭവം അന്ന് ഫ്രാൻസിലൊരു പേടി സ്വപ്നമായി മാറി. ഏകദേശം 20,000-ഓളം ആളുകളെയാണ് ഈ 1793-94 കാലയളവിൽ ഈ ഗില്ലറ്റിൻ ഉപയോഗിച്ച് വധശിക്ഷ നടപ്പിലാക്കിയത്. അതുകൊണ്ട് തന്നെ ഈ ഒരു 1793-94 കാലയളവിനെ റെയിൻ ഓഫ് ടെറർ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. സോ ജനങ്ങൾ മനസ്സിലാക്കി ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് റാഡിക്കലായിട്ട് മാറുന്ന ഈ ഒരു രീതിയിൽ അത്രയും എക്സ്ട്രീമായിട്ട് മാറുന്നതും അത്ര ശരിയല്ല എന്ന് ജനങ്ങൾ പതിയെ തിരിച്ചറിയാൻ തുടങ്ങുകയാണ്. അങ്ങനെ ഈ റാഡിക്കലായിട്ടുള്ള പരിപാടി ഇവിടെ ഇനി പ്രശ്നമാണ് എന്ന് മനസ്സിലാക്കിയ ജനങ്ങൾ ഈ ജാക്കോബിയൻ അല്ലെങ്കിൽ ഈ റോബസ്പിയർ ഗവൺമെൻറ്റിനെതിരെ തിരിയുകയാണ്. പിന്നീട് അങ്ങോട്ട് ഈ ഒരു റോബസ്പിയറിനെ പിടികൂടുകയും ഈ 20,000 പേരെയൊക്കെ വധിച്ചു എന്ന് പറഞ്ഞില്ലേ, അതേ ഗില്ലറ്റിന് ഉപയോഗിച്ച് ഈ റോബസ്പിയറിനെ തന്നെ വധിക്കുകയും ചെയ്യുകയാണ് ആളുകൾ. അങ്ങനെ പിന്നീട് ഫ്രാൻസിൽ ഈ പറഞ്ഞ പോലെ ഒത്തിരി റാഡിക്കലായിട്ടുള്ള പരിപാടി ഇനി നടക്കത്തില്ല, ഇതെല്ലാം പ്രശ്നമാണ് എന്ന് മനസ്സിലാക്കിയ അവിടെ പിന്നീട് വരുന്നത് വേറൊരു രീതിയിലുള്ള ഒരു ഭരണ സംവിധാനമാണ്. ഡയറക്ടറേറ്റ് സിസ്റ്റം എന്ന് പറയുന്ന പുതിയൊരു ഭരണ സംവിധാനം അവിടെ നിലവിൽ വരുവാണ്. എന്ന് വെച്ചാൽ ഒരൊറ്റ ഭരണാധികാരി മാത്രമാണ് ഫ്രാൻസിനുള്ളത് എന്നുള്ള ആ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ മൊണാർക്കി എന്നൊക്കെയുള്ള പരിപാടി മാറ്റി 5 ഡയറക്ടർമാരാണ് ഇതിനകത്ത് ഒരു ഹൈ പവർ എന്ന രീതിയിൽ വരുന്നത്. ആ 5 ഡയറക്ടർമാരിൽ തന്നെ 2 വിഭാഗത്തിലുള്ള ആൾക്കാരുണ്ട്. ലെഫ്റ്റ് വിങ് റിപ്പബ്ലിക്കൻ ആശയങ്ങൾ ഒക്കെ പറയുന്ന ജനാധിപത്യ മൂല്യങ്ങളൊക്കെ പറയുന്ന ആ ഒരു രീതിയിലുള്ള വിഭാഗം ആൾക്കാരും അതുപോലെ തന്നെ
കുറച്ച് പേര് ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ മൊണാർക്കി രാജഭരണമായാലും കുഴപ്പമില്ല, അതിലെ കുറച്ച് രീതികളാണെങ്കിലും കുഴപ്പമില്ല എന്നൊക്കെ പറയുന്ന ഈ ഒരു 2 വിഭാഗത്തിലെയും ആൾക്കാർ ഉൾപ്പെടുന്ന ഒരു 5 ഡയറക്ടറേറ്റ് അടങ്ങുന്ന ഒരു ഭരണ സംവിധാനമാണ് പിന്നീട് അങ്ങോട്ട് മുന്നോട്ട് വന്നത്. അതിൽ തന്നെ പിന്നീട് അങ്ങോട്ട് ഗ്രാജുവലി ഈ റൈറ്റ് വിങ്ങിലെ ആൾക്കാർ കൂടുതലായിട്ട് വന്നു. റൈറ്റ് വിങ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ രാജഭരണത്തെയൊക്കെ അനുകൂലിക്കുന്ന രാജാവിൻ്റെ രീതികളൊക്കെ ഫോളോ ചെയ്യുന്ന ആ ഒരു വിഭാഗം. റൈറ്റ് വിങ്ങിലെ ആൾക്കാർ കൂടി വന്നാലുള്ള കുഴപ്പം എന്താണെന്ന് വെച്ചാൽ അവർ ലെഫ്റ്റ് വിങ്ങിലെ ആൾക്കാർ കൂടാൻ സമ്മതിക്കത്തില്ല. അവർ റൈറ്റ് വിങ്ങിലെ തന്നെ കൂടുതൽ ആൾക്കാരെ ഇതിലേക്ക് ഉൾക്കൊള്ളിക്കുകയും അതുപോലെ തന്നെ ആ ടൈമിൽ ഫ്രാൻസ് വിവിധ കോളനികളിലൊക്കെ യുദ്ധങ്ങൾക്കൊക്കെ യുദ്ധങ്ങൾ ചെയ്യുന്ന പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. സോ മിലിറ്ററിയെ കൂടുതലായിട്ട് ഡിപ്പെൻഡ് ചെയ്ത് ഒരു രാജാവ് എങ്ങനെയാണോ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് ആ ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ അങ്ങനെ പയ്യെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ് വന്നുകൊണ്ടിരുന്നത്. യുദ്ധങ്ങൾക്കൊക്കെ കൂടുതലായിട്ട് ഫണ്ട് ചെയ്യുന്നു, മിലിറ്ററിയെ കൂടുതലായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നു. ആ ഒരു രീതിയിൽ ഈ ഡയറക്ടറേറ്റ് സിസ്റ്റം പരിപാടികൾ നടത്തി മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തി. അങ്ങനെ ഒരു 1799 ഒക്കെ ആയപ്പോൾ ഈ പറഞ്ഞ ഡയറക്ടറേറ്റ് സിസ്റ്റത്തിലെ ഡയറക്ടർമാരോടൊക്കെയുള്ള ജനങ്ങളുടെ ഒരു ഇതൊക്കെ കുറഞ്ഞു വരികയും അവരുടെ ഒരു വാല്യൂ കുറഞ്ഞു വരികയൊക്കെ ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തി. ആ ഒരു സമയത്താണ് മിലിറ്ററി ജനറലായ നെപ്പോളിയൻ ബോണപ്പാർട്ടിന് കുറച്ച് ജനപ്രീതി കൂടുതലായിട്ടൊക്കെ വരുന്നത്. ഇത് മനസ്സിലാക്കിയ ഈ ഡയറക്ടേഴ്സ് നെപ്പോളിയനെതിരെ തിരിയുകയാണ്. അപ്പോൾ ഇത് മനസ്സിലാക്കിയ നെപ്പോളിയൻ, അദ്ദേഹം ഒരു യുദ്ധതന്ത്രജ്ഞൻ മാത്രമായിരുന്നില്ല, അത്യാവശ്യം ബുദ്ധിയുള്ള ഒരു വ്യക്തിയായിരുന്നു. അപ്പോൾ പുള്ളി ഈ രാജ്യത്തെ ഒരു സൈനിക അട്ടിമറിയിലൂടെ രാജ്യത്തെ ഭരണ സംവിധാനത്തെ തന്നെ മാറ്റിമറിക്കുകയാണ്. അങ്ങനെ പിന്നീട് ഫ്രാൻസിൻ്റെ ഒരു കൗൺസിൽ എന്ന രീതിയിൽ നെപ്പോളിയൻ്റെ ഒരു ഭരണം വരികയും ഗ്രാജുവലി അങ്ങോട്ട് മുന്നോട്ട് പോകുമ്പോൾ 1804 ആകുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഒരു പദവി തന്നെ എംപറർ എന്ന രീതിയിലേക്ക് അങ്ങ് മാറ്റുകയാണ്. അപ്പോൾ ഒരു ജനാധിപത്യം അല്ലെങ്കിൽ ഒരു ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് മുൻനിർത്തിക്കൊണ്ടുള്ള രാജഭരണം മാറ്റിക്കൊണ്ടുള്ള ഒരു ഭരണ സംവിധാനത്തിൽ നിന്ന് വീണ്ടും ഒരു രീതിയിൽ ഒരു രാജഭരണത്തിലേക്ക് തന്നെയാണ് ഫ്രാൻസ് ഏറ്റവും ലാസ്റ്റ് എത്തിച്ചേർന്നത്. എന്ന് വെച്ചാൽ ഈ ഒരു ഫ്രഞ്ച് റവല്യൂഷൻ്റെ അവസാനം, അതുകൊണ്ട് തന്നെ നെപ്പോളിയൻ്റെ ഈ ഒരു അധികാരം ഏൽക്കുന്ന ഈ ഒരു പരിപാടിയോടുകൂടി തന്നെ ഫ്രഞ്ച് റവല്യൂഷൻ അവസാനിച്ചു എന്ന് പറയപ്പെടുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ നെപ്പോളിയനെ ഫ്രഞ്ച് റവല്യൂഷൻ്റെ അന്തകൻ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഈ ഒരു ആശയങ്ങൾ, മറ്റേ ജനാധിപത്യപരമായിട്ടുള്ള ആശയങ്ങളൊക്കെ മുൻനിർത്തി പരിപാടികൾ തുടങ്ങിയിട്ട് ലാസ്റ്റ് രാജഭരണത്തിൽ തന്നെ അവസാനിക്കുന്നു. അപ്പോൾ ഒരു രീതിയിൽ നമുക്ക് ഈ ഒരു ഫ്രഞ്ച് റവല്യൂഷൻ പരാജയമാണെന്ന് ഈ ഒരു രീതിയിൽ അവസാനിച്ചുകൊണ്ട് വേണമെങ്കിൽ പറയാം. കുറേ കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. എന്നാലും ലോകം ചരിത്രം അന്ന് വരെ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള ഒരു വിപ്ലവമായിരുന്നു. ഭരണമാറ്റം, രാജഭരണം അതുപോലെയൊക്കെയുള്ള കാര്യങ്ങൾ, രാജഭരണത്തെ തന്നെ അട്ടിമറിക്കുന്ന പുതിയൊരു ആശയങ്ങൾ, നവോത്ഥാനത്തേക്ക് മുൻനിർത്തിക്കൊണ്ടുള്ള ഒരു വിപ്ലവം, പുതിയ ആശയം ലോകത്തിന് കാണിച്ചു കൊടുത്ത ഒരു വിപ്ലവമായിരുന്നു ഈ പറഞ്ഞ ഫ്രഞ്ച് റവല്യൂഷൻ എന്ന് പറയുന്നത്.